അത് അവിടെ ഞാൻ കളിക്കയില്ല, എന്നെ കാല് മുറിക്കും. தகதகையன கால்களாட அலகலையன கைகள் வீச லென்சும் கண்ணும் உனை நோக்க சில்லவுட்டில் மனம் சில்லவுட்டானதே முதல் பார்வை முதல் காஃபி ஹவுஸ் பார்ட்டி சடன் பார்ட்டி பிரைனி பியூட்டி ஹோ 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 டிக்கி டாக்கில் கௌவென் பாக்கி அனந்தபுரின் மங்கையும் சென்னை மணாலனும் அமெரிக்காவில் காதல் கொண்ட மாயம் இந்த மாயம் அனந்தபுரின் மங்கையும் சென்னை மணாலனும் அமெரிக்காவில் காதல் கொண்ட மாயம் இந்த மாயம் சட்டில்லை தொன தொன போன் கால்கள் இல்லை அப்போவும் இப்போவும் நேற்று நாம் ஒன்றுபட்டால் போதும் எவ்வுயரத்தையும் நாம் அடைந்திடலாம். வானன்பா வென்று விட்டால் போதும் எந்த தடைகளையும் நாம் உடைத்திடலாம். ഇനി മേടിച്ചോ, നമ്മൾ റെഡിയാ. ആ ആ ആ ആ 1.5 മേടിച്ചോട്ടോ. ശരി ശരി, ഓക്കെ. എടാ, നമ്മുടെ പ്രസാദ് ബീവറേജിലുണ്ട്. ഒരു 1.5 മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാത്രി ആരില്ല ഷെയറിനുള്ളത്. എടാ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുടിച്ച് നടന്നാൽ മാത്രം പോരാ. ഇടക്കല്ലോ എന്റെ മോനെ ഒരു ചെരുപ്പലം വാങ്ങിച്ചു കൊടുക്കണം. എന്ത്? അപ്പൊ എന്റെ മോന് ഇഞ്ഞാ ചെരുപ്പ് മേടിച്ചു കൊടുക്കല്? ഇവനല്ലേ മേടിച്ചു കൊടുക്കല്. ഇപ്പൊ നിന്റെ മോന്റെ കാര്യം നോക്കുന്നത് നാട്ടുകാരാ. ശരിക്കും മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടാ. നീ കട്ടക്കില്ല അതങ്ങ് പറഞ്ഞാൽ മതി. എന്റെ കാര്യം എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്നാ തോന്നിയ പറഞ്ഞേ. സുമേഷേ, നീ എന്തറിഞ്ഞിട്ട് ഓന്റെ കോളർ പിടിക്കുന്നേ? നീ ആദ്യം വൈറൽ വീഡിയോ ഒന്ന് കാണുക. ഏത് വൈറൽ വീഡിയോ? എടാ മോനെ സുമേഷേ, നമ്മളും കള്ളു കുടിക്കലുണ്ട്. അല്ലാണ്ട് ഇന്നെ പോലെ ഡെയിലി കള്ളു കുടിക്കില്ല. എനിക്ക് ഒരു ദിവസം പണിക്ക് പോയാൽ എത്ര രൂപ കൂലി കിട്ടു? 500 റുപ്യ. 500 റുപ്യ അല്ലേ പിന്നെ കൂലി? അതിൽ 10-300 റുപ്യ കള്ളിന് കട്ടക്കെട്ടിട്ട് പോവുകയും ചെയ്യും. പിന്നെ ഇനി എന്നാ പുരക്ക് കൊടുക്കാന്ന് ഞമ്മ കൂടിക്കാൻ മോനെ. എടാ, നിന്റെ വീട്ടിലെ ഭാര്യയും മക്കളെയും കാര്യം ആരും നോക്കുന്നു വിചാരിച്ച് ഈ കളി കളിക്കുന്നത്? എന്റെ വരുമാനത്തിന്റെ കണക്കൊക്കെ നിങ്ങളാരും ഏൽപ്പിച്ചില്ലല്ലോ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്.
ഹലോ. ആ ടീച്ചറേ, ഞാൻ നിങ്ങളെ സ്കൂളിൽ കുട്ടിയുടെ ചെരുപ്പിൻ്റെ വീഡിയോ കണ്ടിരുന്നു. ഞാനൊരു ചെരുപ്പ് കമ്പനിയുടെ മുതലാളിയാണ്. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ ജോഡി ചെരുപ്പ് സ്പോൺസർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സ്റ്റാഫുകളെ കൂട്ടുവരും. എന്താ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി. ഓക്കെ? ഓ, വളരെ സന്തോഷമുണ്ട് സാറേ. ആ ടീച്ചറെ, നിങ്ങളെ സ്കൂളത്തെ കുട്ടീൻ്റെ വീഡിയോ കണ്ടിനെ. ഒരു കാര്യം ചെയ്യും ടീച്ചറെ, ആ ക്ലാസ്സിലത്തെ കുട്ടിക്ക് മുഴുവനും ഞങ്ങളെ വക ആയിക്കോട്ടെ ബാഗ്. ഓ ആയിക്കോട്ടെ. House party, sudden party, brainy beauty, oh oh oh. Ticky tocky, loving packy. Anandapurin mangayum, Chennai manalanum, Amerikavil kaadal konda mayam inda mayam. Anandapurin mangayum, Chennai manalanum, Amerikavil kaadal konda mayam inda mayam. അല്ല ടീച്ചറെ, നിങ്ങളുടെ ചെരുപ്പിന്റെ വീഡിയോ ഭയങ്കര വൈറലായല്ലോ. ഒന്നും പറയണ്ട ടീച്ചറെ, ഇന്നലെ മുതൽ മുഴുവൻ ഫോൺ കോളാ. എത്ര കോളാ വന്നത്. എന്നിട്ടിപ്പോൾ ക്ലാസ്സുള്ളതുകൊണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാ. ആ ടീച്ചറെ, എനക്കും ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടു, നമ്മളെ സ്കൂളിന് വേണ്ടിയിട്ടു പലരിൽ നിന്നും പല സഹായ വാഗ്ദാനങ്ങളും വരുന്നുണ്ട്. നല്ലൊരു മെസ്സേജാണ് ടീച്ചറെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. കുട്ടികളുടെ വിഷമങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഓരോ ടീച്ചറിലും ഉണ്ടായിരിക്കണം. സഹായിക്കാനുള്ള മനസ്സല്ല എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ ടീച്ചറെ. പക്ഷെ അതൊക്കെ സ്വകാര്യമായിട്ട് മേടിച്ചു കൊടുത്താൽ പോരേനോ? ഇതൊക്കെ ഫോണിലെടുത്ത് നാട്ടുകാരെ അറിയിക്കുമ്പോ എന്നെ പോലുള്ള രക്ഷിതാക്കളുടെ മാനത്തിന് നിങ്ങൾ എന്ത് വില കൽപ്പിക്കുന്നേ? സുമേഷേ, നീ ഇരിക്ക്. ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും ചെയ്തതല്ല. ടീച്ചറെ, അതിനുള്ള ഉത്തരം നിങ്ങൾ പറയണ്ട. ഈ ടീച്ചർ പറഞ്ഞ അതിനുള്ള ഉത്തരം. ഈ ടീച്ചറല്ലേ ഫോണിലെടുത്ത് നാട്ടുകാർ അറിയിച്ചത്. അതിന് ഞാൻ കുട്ടീൻ്റെ മുഖം വ്യക്താക്കിക്കില്ലല്ലോ, ബ്ലറാക്കിയിട്ടുണ്ട്. താനാരാ? ഞാനിവിടുത്തെ കുട്ടികളെ ഓട്ടോയിൽ കൂട്ടുകയും കൊണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആളാ. എന്നാ പിന്നെ അത് മാത്രം ചെയ്താൽ പോരെ? ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഇവരോടല്ലേ സംസാരിക്കണ്ടേ? അത് മാത്രമല്ല, ഞാനിവിടുത്തെ PTA പ്രസിഡന്റ് കൂടിയാണ്. എൻ്റെ മോനോട് പഠിക്കുന്നുണ്ടേ. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കീറിയ ട്രൗസറും കീറിയ ബാഗും പെൻസിലൊന്നും ഇല്ലാണ്ട് സ്കൂളിൽ പോയി. അന്നായിരുന്നു ഒരു ടീച്ചർമാർ നമ്മളൊന്ന് സഹായിക്കാൻ വന്നെങ്കിലോ ഒരു 100 രൂപ ചിലവാക്കിയിട്ട് നന്മമാരാവാൻ നോക്കിയതല്ലേ? അതെ, ഇപ്പോഴത്തെ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിഞ്ഞൂടായിട്ടാ. ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സ്കൂളിന് കുട്ടികൾക്കും ആവശ്യമുള്ള പല സാധനങ്ങളും പല കമ്പനികളുടെ മുതലാളിമാരും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ടപ്പാട് പുറത്തു പറയാൻ മടിയില്ല ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. സഹജീവികളെ സഹായിക്കുക എന്ന ഗുണപാഠം മറ്റുള്ളവർക്കും കുട്ടികൾക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ടീച്ചർ ഈ പണിയൊക്കെ ചെയ്തത്. അതുകൊണ്ടല്ലേ ഞാനും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. സഹോദര സ്നേഹം പോലും അന്യമാവുന്ന ഈ കാലത്ത് ഇത്തരം പ്രായോഗിക പാഠങ്ങൾ കുട്ടികൾ കണ്ടും കേട്ടും അറിഞ്ഞും പഠിക്കട്ടെ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മുടെ തേജക്കുട്ടന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച ദിശ ടീച്ചർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ മക്കളും ടീച്ചർക്കൊരു കയ്യടി കൊടുത്തേ.